പ്രേക്ഷകരെ. ഇക്ബാൽ, ഈ പാലക്കാട് സന്ദീപ് വാര്യർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ മറുഭാഗത്ത് BJP ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നത് തീരുമാനിക്കണം. ആ അവസ്ഥയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ? പ്രശാന്ത് ശിവനാണെങ്കിൽ സന്ദീപ് വാര്യർ ഉണ്ടാവും, അതല്ലെങ്കിൽ പാലക്കാട് വലിയ താല്പര്യം കാണിക്കുന്നില്ലേ സന്ദീപ് വാര്യർ? ഇക്ബാൽ, അരുൺകുമാർ, അതായത് സന്ദീപ് വാര്യറിന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രശാന്ത് ശിവൻ BJPയുടെ സ്ഥാനാർത്ഥിയായി പാലക്കാട്ടേക്ക് എത്തുകയാണെങ്കിൽ വലിയ വിജയ സാധ്യത ഉണ്ട് കോൺഗ്രസിന് എന്നുള്ളതാണ് സന്ദീപ് വാര്യറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും വിലയിരുത്തുന്നത്. സന്ദീപ് വാര്യർ മത്സരിക്കുകയാണെങ്കിൽ മൂത്താന്തറയിൽ നിന്ന് ഉൾപ്പെടെ വ്യാപകമായ ഒരു വോട്ട് അത് കോൺഗ്രസിലേക്ക് എത്തും, UDFിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് ശിവൻ BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നൊരു കാര്യം നേതൃത്വത്തെ സന്ദീപ് വാര്യർ അറിയിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളാണ് BJP പരിഗണിക്കുന്നതെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പ്രശാന്ത് ശിവൻ പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ താൻ തന്നെ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് വോട്ടുകൾ അത് BJPയിൽ നിന്നും തനിക്ക് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് സന്ദീപ് വാര്യർ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നേതാക്കളിൽ ചില ആളുകളോട് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുന്നത്. മറ്റു ചില കാരണങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം നേതൃത്വം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ഏതായാലും പ്രശാന്ത് ശിവൻ മത്സരിക്കുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ തീരുമാനമായെങ്കിൽ മാത്രമേ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയെ അറിയാൻ സാധിക്കൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നും കൗതുകത്തോടു കൂടി നോക്കി കാണാം. അപ്പൊ പാലക്കാട് ഇല്ലെങ്കിൽ പിന്നെ സന്ദീപ് വാര്യർ എവിടെയാണ് കണ്ണുവയ്ക്കുന്നത്? സന്ദീപ് കണ്ണുവയ്ക്കുന്ന മണ്ഡലം ഒല്ലൂരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനമാണ് UDF അവിടെ കാഴ്ചവെച്ചത്. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. പാലക്കാട് ഇല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഒല്ലൂരാണ് കണ്ണുവയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില വിവരങ്ങൾ. ഒല്ലൂരിൽ സജീവമായോ ഈ സന്ദീപ് വാര്യർ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഏറ്റവും രസകരമായ കാര്യം, BJPയിലുള്ള കാലത്ത് തന്നെ തൃശ്ശൂരിൽ മത്സരിക്കാൻ മോഹമുള്ള ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. തൃശ്ശൂരിൽ നിരവധി കാലം ഇവിടെ പ്രവർത്തിക്കാനൊക്കെ നിന്നിട്ടുണ്ട്. പിന്നീട് പാർട്ടി മാറിയ ഘട്ടത്തിൽ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിൻ്റെ എന്ന വലിയ പ്രചാരമുണ്ടായി. പക്ഷേ നേതാക്കളൊന്നും അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവരല്ല. നമ്മൾ തൃശ്ശൂർക്കാരാണ്. കെ കരുണാകരൻ്റെ തട്ടകമാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് വഴക്കും ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള നാടാണ് തൃശ്ശൂർ. അത്ര പെട്ടെന്നൊന്നും തൃശ്ശൂർ വഴങ്ങില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം ശാന്തമായിരുന്നു. പക്ഷേ വീണ്ടും തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിൽ, തൃശ്ശൂരിനോട് അടുത്ത് കിടക്കുന്ന മന്ത്രി കെ രാജൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ കണ്ണുവെക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലക്കാരനായ സന്ദീപ് വാര്യർ തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ SIRന്റെ ചുമതലയെടുത്തിരിക്കുന്നതാണ് ഏറെ കൗതുകകരം. വളരെ സജീവമായ അവിടെ SIRന്റെ പ്രവർത്തനങ്ങളുമായി ഇടപെടാൻ നോക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി വന്നപ്പോഴും ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി സന്ദീപ് വാര്യർ ഇവിടെ എത്തിയിരുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒല്ലൂർ എന്നതിലേക്ക് എത്തുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൃശ്ശൂർ കോർപ്പറേഷന്റെ പ്രദേശം ഉൾപ്പെടുന്ന ഒല്ലൂർ മേഖലയിലെ ഒട്ടുമിക്ക വാർഡുകളും ഇത്തവണ UDF വിജയിച്ചു. മാത്രമല്ല പുത്തൂരും അതുപോലെ തന്നെ പാണഞ്ചേരി പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. മാടക്കത്തറയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനായി, നടത്തറയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനായി മാടക്കത്തറ മാത്രമാണ് LDFന്റെ ഒരു ശക്തമായ ശക്തി കേന്ദ്രം എന്ന നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സാധ്യതകൾ ഇത്തവണ വിലയിരുത്തുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് തൃശ്ശൂരിലെങ്കിലും കുഴപ്പമില്ല ഒല്ലൂരിലേക്ക് എന്ന സാധ്യതയിലേക്ക് ഇപ്പോൾ സന്ദീപ് വാര്യർ എത്തിയതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതൊക്കെ എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഏതായാലും ആ പ്രതീക്ഷയുമായി അദ്ദേഹം തൃശ്ശൂരിൽ തമ്പടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ അത് എത്രമാത്രം മുന്നോട്ട് പോകും, ഇവിടെ എതിർപ്പുകളുണ്ടാകും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കെ കരുണാകരൻ തട്ടകമാണ്. വലിയ രീതിയിൽ ഗ്രൂപ്പ് വഴക്കുകളും ഏറ്റുമുട്ടലും കണ്ട സ്ഥലമാണ്. എത്രമാത്രം മുന്നോട്ട് പോകും, സന്ദീപ് വാര്യർ തൃശ്ശൂരിന്റെ MLA ആയി വരുമോ അതോ ഒല്ലൂരിൽ സീറ്റ് കിട്ടും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാൻ വരും. ഓക്കെ, കാത്തിരുന്ന് കാണാം. സസ്പെൻസുകൾ നിറഞ്ഞ മണ്ഡലമായിട്ട് മാറുകയാണ്. ഒല്ലൂരും അങ്ങനെ ശ്രദ്ധയിലേക്ക് വരും. സന്ദീപ് വാര്യർ ഒല്ലൂരിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.